നമസ്കാരം. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം. നമ്മൾ പറഞ്ഞു വരുന്നത് 2026 ജൂൺ 2 ദേവഗുരുവായ വേഴം മിഥുന രാശിയിൽ നിന്നും തൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു. മകരക്കൂറുകാരായ ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം അര എന്നീ നക്ഷത്രക്കാർക്ക് ഈ വേഴമാറ്റം തങ്ങളുടെ 7ാം ഭാവത്തിലേക്കാണ് വരുന്നത്. ഈ ഉച്ചസ്ഥനായിട്ടുള്ള വേഴം മകരക്കൂറുകാരായിട്ടുള്ള ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം അരക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു വർഷക്കാലം കൊണ്ട് സംഭവിക്കുന്നത് എന്ന് നോക്കാം. കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ടുണ്ടായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ജീവിതത്തിൽ കുറച്ചും കൂടി പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ നൽകുന്ന ഒരു സമയമാണ് മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ടുള്ള ഈ ഒരു വർഷമെന്ന് പറയുന്നത്. നിങ്ങളുടെ 7ാം ഭാവത്തിലേക്കാണ് ദേവഗുരുവായ വേഴം വരുന്നത്. 7ാം ഭാവത്തിലെ വേഴം എന്ന് പറയുമ്പോൾ 7ാം ഭാവം എന്നത് പങ്കാളിത്തം, വിവാഹം, ബിസിനസ്, പൊതുജന സമ്പർക്കം എന്നിവയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. കുടുംബജീവിതവുമായിട്ട് കുറച്ചുകൂടി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് 7ാം ഭാവം എന്നത്. ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും നല്ല വിവാഹങ്ങൾ നടക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട പങ്കാളിയെ ലഭിക്കുന്നതൊക്കെ ഈ 7ാം ഭാവത്തിലെ വേഴം നിങ്ങൾക്ക് വളരെ നല്ല ഫലങ്ങളാണ് കൊണ്ടുതരുന്നത്. ഇവിടെ വേഴം ഉച്ചനായിട്ടാണ് നിൽക്കുന്നത് വഴി ദാമ്പത്യത്തിലെ അകൽച്ചകളൊക്കെ മാറുന്ന ഒരു സമയമാണ്. കുടുംബജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വർഷം തന്നെയാണിത്. തടസ്സപ്പെട്ട് കിടക്കുന്ന വിവാഹങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ പൊതുജനങ്ങളിൽ നിന്നും വലിയ അംഗീകാരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് 3ഉം 12ഉം ഭാവാധിപനായ വേഴം തരുന്ന ഫലങ്ങളെന്ന് പറയുന്നത് 3ാം ഭാവം എന്നത് വീര്യത്തെയും 12ാം ഭാവം എന്നത് വ്യയത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. വ്യയം ചെലവുകൾ തന്നെയാണ്. ചെലവുകളും വിദേശവാസവും ഒക്കെ വ്യയത്തെ സൂചിപ്പിക്കുന്നു. കൂടുതൽ ചെലവ് വരും, പക്ഷെ അത് ശുഭകാര്യങ്ങൾക്കായിട്ടാവും നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയുന്നത്. കാരണം വീട് വയ്ക്കുന്നത് ഈ സമയത്താണ്. വീട് വയ്ക്കുന്നത്, മംഗളകാര്യങ്ങൾ, വിവാഹ മംഗളകാര്യങ്ങൾ നടക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിലെ ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾക്കാവും ഈ പണം ചെലവഴിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ വിദേശ യാത്രയ്ക്കോ വിദേശത്തോ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. 2026 ജൂൺ 2 വേഴത്തിന്റെ മാറ്റം നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അതുപോലെ മനസ്സിലെ ഭയവും വിമുഖതയൊക്കെ മാറി പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ധൈര്യം മകരക്കൂറുകാരെ സംബന്ധിച്ച് ഈ കാലയളവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വലിയ പുരോഗതിയും ഏകാഗ്രതയും ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഉപരിപഠനത്തിന് വിദേശത്തോ ദൂരദേശങ്ങളിലോ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ ഇഷ്ടപ്പെട്ട കോളേജിൽ ഇഷ്ടപ്പെട്ട സ്ഥലത്തൊക്കെ പോയി പഠിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടുന്ന ഒരു വർഷം തന്നെയാണിത്. അധ്യാപകരുടെയും മുതിർന്നവരുടെയും പ്രശംസ പിടിച്ചു പറ്റാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. വളരെ അംഗീകാരങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു വർഷമാണ്. മുതിർന്നവരുടെ ഒക്കെ ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ലഭിക്കുന്ന ഒരു വർഷം തന്നെയാണ് ഈ 2026 ജൂണിലെ ഈ വേഴമാറ്റം എന്ന് പറയുന്നത്. തൊഴിൽ മേഖലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മീഡിയ, ക്രിയേറ്റീവ് രംഗങ്ങളിലൊക്കെ ഉള്ളവർക്ക്, ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്റർമാർക്ക്, എഴുത്തുകാർക്കൊക്കെ വലിയ ജനപ്രീതിയും പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു വർഷമാണിത്. ജോലിസ്ഥലത്തെ തർക്കങ്ങളും മാനസിക സമ്മർദ്ദങ്ങളൊക്കെ അവസാനിച്ച് പുതിയ ഒരു ഉണർവും പുതിയ ഒരു സൗഹൃദ വലയങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. കാരണം ജോലി കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. തൊഴിലിടങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച മാനസിക സംഘർഷങ്ങളെല്ലാം മാറി വളരെ അനുകൂലമായിട്ടുള്ള ഒരു തൊഴിലിടമാണ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അർഹമായിട്ടുള്ള സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ഒക്കെ തേടി വരുന്ന ഒരു സമയമാണ്. വരുമാനത്തിൽ വലിയ വർധനവ് പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമാണ്. മുമ്പ് തടസ്സപ്പെട്ട് കിടന്ന പണം നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ്. കാരണം ആർക്കെങ്കിലുമൊക്കെ പൈസ കൊടുത്തിട്ടുണ്ട്, ലഭിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ ഈ വർഷം നിങ്ങൾക്കത് കിട്ടുന്ന, നഷ്ടപ്പെട്ടു പോയി എന്ന് നിങ്ങൾ വിചാരിച്ച പണമൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന ഒരു വർഷമാണ്. അതുപോലെ അനാവശ്യമായിട്ടുള്ള ധനനഷ്ടങ്ങൾ ഒക്കെ ഇല്ലാതാകുന്ന ഒരു വർഷമാണ്. ഭൂമി, വാഹനം എന്നിവ വാങ്ങാനായിട്ട് പണം നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭൂമി വാങ്ങാൻ, വീട് വയ്ക്കാൻ, വാഹനങ്ങൾ വാങ്ങാനൊക്കെ ഈ വർഷം നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്.
അതുപോലെ പങ്കാളിത്ത ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക്, പാർട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും മികച്ച ലാഭം കൊയ്യാൻ സാധിക്കുന്ന ഒരു സമയമാണ്. പുതിയ ബിസിനസ് ആശയങ്ങൾ വിജയകരമായി നിങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു വർഷമാണ്. പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു വർഷമാണ്. അതിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. കുടുംബജീവിതത്തിൽ പങ്കാളിയുമായിട്ടുണ്ടായിരുന്ന എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറി പരസ്പര സ്നേഹവും ഐക്യവും കൂടുന്ന ഒരു സമയമാണ്. കാരണം 7ാം ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത്. 7ാം ഭാവം എന്നത് കുടുംബത്തെയും പങ്കാളിയെയും വിവാഹത്തെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണ്. അവിടെ കുടുംബജീവിതത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ ഭാവത്തിലേക്ക് വ്യാഴം ഉച്ചസ്ഥനായിട്ട് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം അനുഗ്രഹമാണ് കുടുംബജീവിതത്തിൽ. ഈ മകരക്കൂറുകാരായ ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം, അര നക്ഷത്രക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ വളരെയധികം സമാധാനവും സന്തോഷവും ഉണ്ടാകുന്ന ഒരു വർഷമാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. വിവാഹം പോലുള്ളത്, കുട്ടികളുടെ ജനനം ഒക്കെ നടക്കാൻ യോഗമുള്ള ഒരു വർഷമാണ്. ബന്ധുജനങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും പൂർണ്ണ പിന്തുണയും സ്നേഹവും ഒക്കെ ലഭിക്കുന്ന ഒരു സമയം തന്നെയാണിത്. ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് പറയുവാണെങ്കിൽ കഴിഞ്ഞ കുറച്ചു കാലമായി നിങ്ങളെ അലട്ടിയിരുന്ന വിട്ടുമാറാത്ത രോഗങ്ങൾക്കൊക്കെ ഒരു ശമനമുണ്ടാകുന്ന ഒരു സമയമാണ്. ഉത്കണ്ഠ, അനാവശ്യ ഭയം, വിഷാദം എന്നിവയൊക്കെ മാറി മനസ്സിന് ശാന്തിയും പോസിറ്റീവായിട്ടുള്ളൊരു ഊർജവുമൊക്കെ കൈവരുന്ന ഒരു നല്ല സമയമാണ് നിങ്ങളെ സംബന്ധിച്ച്, മകരക്കൂറുകാരെ സംബന്ധിച്ച് ഈ 2026 വേഴത്തിന്റെ മാറ്റം എന്ന് പറയുന്നത്. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്ന ഒരു വർഷമാണ്. മകരക്കൂറുകാരായിട്ടുള്ള കർഷകരെ സംബന്ധിച്ച് വിളവെടുപ്പിൽ വലിയ ലാഭമൊക്കെ കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു സമയമാണ്. കൃഷിയിലൂടെ നിങ്ങൾക്ക് മികച്ച വരുമാനം നേടാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. അതുപോലെ തന്നെ ക്ഷീര വികസനം, മൃഗസംരക്ഷണം, കോഴി വളർത്ത തുടങ്ങിയ അനുബന്ധ തൊഴിലുകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്കും പുതിയ സബ്സിഡികളും സർക്കാർ സഹായങ്ങളൊക്കെ ലഭിക്കാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. നിങ്ങൾക്കത് കുറച്ചും കൂടി ആ മേഖലയിൽ ശോഭിക്കാനും കുറച്ചും കൂടി മെച്ചപ്പെടുത്തുവാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു വർഷം തന്നെയാണിത്. അതുപോലെ പരമ്പരാഗത കൃഷി രീതിയിൽ നിന്നും മാറി ആധുനിക രീതിയിൽ പരീക്ഷിക്കുന്നവർക്കും അതും വളരെ വിജയകരമായിട്ട് മാറുന്ന ഒരു വർഷം തന്നെയാണ്. കലാകാരന്മാരെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ നിങ്ങളുടെ കഴിവുകളൊക്കെ പൊതുവേദിയിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു വർഷമാണ്. നിങ്ങൾക്ക് പുതിയ പ്രോജക്റ്റുകൾ ഒപ്പുവയ്ക്കുവാനും അതിലൂടെ പ്രശസ്തിയും സാമ്പത്തിക നേട്ടവുമൊക്കെ ഒരുമിച്ച് കൈവരുന്ന ഒരു സമയം തന്നെയാണ് മകരക്കൂറുകാരായ ഉത്രാടം, മുക്കാല, തിരുവോണം, അവിട്ടം, അരക്കാരെ സംബന്ധിച്ച് ഈ 2026 ജൂൺ 2 വേഴത്തിന്റെ മാറ്റം എന്ന് പറയുന്നത്. അതിൽ ഉത്രാടം, മുക്കാൽ നക്ഷത്രക്കാരെ സംബന്ധിച്ച് മുൻകാലങ്ങളിലെ കഠിനാധ്വാനത്തിന് ഫലം നിങ്ങൾക്ക് ഈ വർഷം ലഭിക്കുമെന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിരുന്നവരാണ്. കഠിനാധ്വാനം ചെയ്തിട്ടും വേണ്ടത്ര ഫലങ്ങൾ ലഭിക്കാതെ പോയവർക്ക് ഈ വർഷം തീർച്ചയായിട്ടും ആ അധ്വാനത്തിന്റെ ഫലം നിങ്ങൾക്ക് ഈ വർഷം ഇരട്ടി ലാഭത്തോടെ കിട്ടുന്ന ഒരു സമയമാണ്. പുതിയ കോഴ്സുകൾക്കോ ബിസിനസ്സുകൾക്കോ ഒക്കെ തുടക്കം കുറിക്കാൻ ഏറ്റവും നല്ല സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പുതിയ നല്ല കോഴ്സുകളൊക്കെ എടുത്ത് പഠിച്ചാൽ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു വർഷം നിങ്ങൾക്ക് നല്ല ഒരു തുടക്കം തന്നെയായിരിക്കും ഈ 2026 മാറ്റം എന്ന് പറയുന്നത്. തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് മാനസികമായിട്ട് നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്ന ഒരു വർഷമാണ്. വിദേശ യാത്രകൾക്ക് തയ്യാറായിരിക്കുന്ന തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് തടസ്സങ്ങളെല്ലാം മാറി നിങ്ങൾക്ക് വിദേശത്തെ യാത്രയ്ക്ക്, അത് പഠിക്കാനാണെങ്കിലും ജോലിക്കാണെങ്കിലും പോകാൻ കഴിയുന്ന ഒരു വർഷമാണ്. തടസ്സങ്ങളെല്ലാം നീങ്ങി നിങ്ങൾക്ക് ആ യാത്ര നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വിജയങ്ങൾ കൊണ്ടുവരുന്ന ഒരു വർഷമാണ്. അതുപോലെ തന്നെ ഔദ്യോഗിക രംഗത്ത് വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ഉദ്യോഗസ്ഥരായിട്ടുള്ള തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അംഗീകാരങ്ങളും പ്രമോഷനും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വർഷം തന്നെയാണ്. അവിട്ടത്തിന്റെ ആദ്യ പകുതിക്കാർക്ക് കടബാധ്യതകളിൽ നിന്നൊക്കെ വലിയ ഒരു ആശ്വാസം ലഭിക്കുന്ന ഒരു വർഷമാണ്. കടബാധ്യതകൾ നിങ്ങൾക്ക് തീർത്തു തുടങ്ങാനായിട്ട് പറ്റുന്ന ഒരു സമയമാണ്. അതുപോലെ ഒരു വീട് സ്വപ്നം കാണുന്നവർക്ക് യാഥാർത്ഥ്യമാകുന്ന ഒരു സമയമാണ്. പങ്കാളിയുടെ പേരിൽ ആരംഭിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് 2026 ജൂൺ 2 വേഴത്തിന്റെ മാറ്റം എന്ന് പറയുന്നത്. ശുഭകാര്യങ്ങൾ ചെയ്യുവാനുള്ള അനുകൂല മാസങ്ങൾ എന്ന് പറയുന്നത് 2026 ജൂൺ, ജൂലൈ, ഒക്ടോബർ, നവംബർ,
2027 ജനുവരി, ഫെബ്രുവരി ഈ മാസങ്ങളിൽ പുതിയ തുടക്കങ്ങൾക്കും പ്രധാന തീരുമാനങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്ന ഒരു മാസങ്ങളാണ്. നിങ്ങളുടെ ജീവിത വിജയം, ഏറ്റവും കൂടുതൽ ജീവിത വിജയവും അനുകൂല ഫലങ്ങളും ലഭിക്കുന്ന മാസങ്ങളാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച് ഈ മാസങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ ശ്രദ്ധിച്ചു നീങ്ങേണ്ട മാസങ്ങൾ എന്ന് പറയുന്നത് 2026 ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ സമയങ്ങളിൽ വേഴത്തിന്റെ വക്രസഞ്ചാരം വരാനുള്ള സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക ഇടപാടുകളിലൊക്കെ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടുന്ന ഒരു സമയമാണ്. വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ജാഗ്രത നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ദോഷപരിഹാരങ്ങൾ എന്ന് പറയുന്നത് വേഴത്തിന്റെ പൂർണ്ണമായ ശുഭഫലം ലഭിക്കുന്നതിനായിട്ട് വ്യാഴാഴ്ച വ്രതം എടുക്കുന്നത് നന്നാണ്. വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രം ധരിക്കുകയോ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ദർശനം നടത്തി വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. വ്യാഴാഴ്ചകളിൽ ദാനം മഞ്ഞ നിറത്തിലുള്ള പഴങ്ങളോ മധുരപലഹാരങ്ങളോ കുട്ടികൾക്കോ പ്രായമായവർക്കോ ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഗുരുജനങ്ങളെ ആദരിക്കുകയും മാതാപിതാക്കളെയും അധ്യാപകരെയും ആദരിക്കുകയൊക്കെ ചെയ്യുന്നതും വഴിപാടായി ക്ഷേത്രങ്ങളിൽ പാൽപ്പായസം നടത്തുന്നതൊക്കെ വളരെ ഉത്തമമാണ്. നിങ്ങളുടെ ദോഷങ്ങൾ മാറി ഗുണഫലങ്ങൾ ലഭിക്കാനായിട്ട് ഇത് സഹായിക്കും. ഈശ്വര പ്രാർത്ഥനയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക. ഈ 7ാം ഭാവത്തിലേക്ക് തന്നെ വരുന്നത് കൊണ്ട് വളരെ ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങളാണ് കൂടുതലായിട്ട് വരുന്നത്. പക്ഷേ 3ഉം 12ഉം ഭാവാധിപം ഭാവത്തും വരാവുന്ന അധിപനൊക്കെ നിൽക്കുന്നത് കൊണ്ടും ശനി 2ാം ഭാവത്തിൽ തുടരുന്നത് കൊണ്ടുമൊക്കെ ചില കാര്യങ്ങളിൽ നിങ്ങൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അനാവശ്യമായിട്ടുള്ള ധനവ്യയം, പണം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഒരു ജാഗ്രത പുലർത്തണം. ഒരുപാട് പണം വന്നു ചേരുന്ന ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ഒഴിവാക്കുക. സാമ്പത്തികമായിട്ട് ആർക്കും ജാമ്യം നിൽക്കാതിരിക്കുക. വലിയ തുകകളൊന്നും ജാമ്യം നിന്ന് എടുത്ത് കൊടുക്കുകയോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അത് തിരിച്ചു കിട്ടാനായിട്ട് സാധ്യത വളരെ കുറവാണ്. അതുപോലെ വാക്കുകളിൽ ഒരു നിയന്ത്രണം ഉണ്ടാകണം. എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുക. ദേഷ്യപ്പെടുകയോ എടുത്തു ചാടാനോ ഒക്കെ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിലവിൽ കിട്ടുന്ന ആ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ നഷ്ടപ്പെടുത്താനായിട്ട് കാരണമാകും. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ഉണ്ടാകണം. രോഗശമനം ഉള്ള ഒരു വർഷം തന്നെയാണ്. എങ്കിലും നമ്മൾ ചില കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ഭക്ഷണ കാര്യത്തിലൊക്കെ ഒരു കൃത്യത കൊണ്ടുവരണം. ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഭക്ഷണ കാര്യങ്ങളിൽ അമിത വണ്ണം വരാനായിട്ടൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ബിസിനസ്സിൽ ഒരുപാട് ലാഭങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു അമിത ആത്മവിശ്വാസം വരാനുള്ള സാധ്യതയുണ്ട്. നഷ്ടം വരുത്തി വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ, ഒരു ജാഗ്രത ബിസിനസ്സിന്റെ കാര്യത്തിലൊക്കെ ഉണ്ടാകണം. പങ്കാളിത്ത ബിസിനസ്സിൽ ലാഭം വരുന്ന സമയമാണ്. എഴുത്തുകുത്തുകളൊക്കെ വളരെ ക്ലിയറായി, കരാറുകളൊക്കെ അങ്ങനെ പരസ്പരം പറയാനുള്ളതെല്ലാം പറഞ്ഞും എഴുതിയും വെച്ച് ഒപ്പിട്ടുമൊക്കെ വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അലസത ഒഴിവാക്കുക. കാര്യങ്ങൾ അനുകൂലമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അലസത വരാനായിട്ടുള്ള സാധ്യത കൂടുതലുണ്ട്. ഞാനൊന്നും ചെയ്തില്ലെങ്കിലും എനിക്കെല്ലാം കിട്ടും എന്നുള്ളൊരു തോന്നൽ വരാനുള്ള സാധ്യതയുണ്ട്. വേഴം നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നുവെങ്കിലും മറ്റു ഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടല്ല നിൽക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരും. സമയം നിങ്ങളുടെ അലസതയൊക്കെ മാറ്റിവെച്ച് കഠിനാധ്വാനം തന്നെ ചെയ്യണം. ഇതിൻ്റെ ഫലം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. മകരക്കൂറുകാർക്ക് വരാനിരിക്കുന്നത് ഭാഗ്യങ്ങളുടെ ഒരു കാലമാണ്. പോസിറ്റീവ് ചിന്തകളോടെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. ഈ വേഴമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.